ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിൾ മാങ്ങ അച്ചാറിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ജാസ് വേൾഡ് ബൈ ശ്രുതി. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഏകദേശം 1 kg വെള്ളം വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് കട്ടി കുറഞ്ഞ നല്ല മധുരവും പുളിയുമുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം 1 കിലോയോളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഓക്കെ, കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അധികം കട്ടിയുണ്ടെന്നുള്ള ഒരു എരിവും പുളിയൊന്നും ഇതിലേക്ക് പിടിക്കത്തില്ല. സോ മാങ്ങ നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഉപ്പ് പുരട്ടി തലേദിവസം വേണം കേട്ടോ അത് ചെയ്ത് വെക്കാൻ. ഉപ്പ് പുരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ വരുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 10-20 വെളുത്തുള്ളിയുടെ അല്ലി വേണം. അതായത് 2 കുടം ഫുൾ വെളുത്തുള്ളിയില്ലേ, അതിൻ്റെ ഒരു 10-20 അല്ലി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചതച്ചെടുക്കാം. അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ടേസ്റ്റ് ചതച്ചെടുക്കുന്നതാണ്. പിന്നെ ഒരു 10-15 പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നല്ല കരിവേപ്പില 2 തണ്ട്. എന്നിട്ട് നമ്മുടെ കുക്കിങ്ങിൻ്റെ മൺചട്ടിയിലാണ്. സോ ചട്ടി ചൂടാക്കാൻ വെക്കാം. ആ സമയം കൊണ്ടൊക്കെ ചെറിയൊരു പണിയുണ്ട്. കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടെ ഒന്ന് ചൂടാക്കി മിക്സഡ് ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമുക്കത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചട്ടി അവിടെ ചൂടായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഉലുവ കടുക് ഉണക്കി വറുത്ത് പിടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് നമ്മുടെ നല്ലെണ്ണ ഒരു 100 ഗ്രാമോളം നല്ലെണ്ണ ഒഴിച്ചെടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മൂത്ത് അതെല്ലാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കടുകും ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് പച്ചമുളകാണ്. കടുകൊക്കെ പൊട്ടി വരുന്നേ ഉള്ളൂ. ഞാൻ എണ്ണ ചൂടാകുന്നതിന് മുന്നേ ഇട്ടുപോയി ഗീസ്. ഓക്കെ, നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഓക്കെ, പച്ചമുളകും വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത ആളിട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി. ഓക്കെ, അപ്പം നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയാണ് ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. 2 തണ്ട് കരിവേപ്പിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കരിവേപ്പിലയും കൂടി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അതുകൂടെ മൂത്ത് വരുമ്പോൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തിട്ട് ആ പച്ച മണമൊക്കെ ഒന്ന് പോകണം. അത് ചെറിയ ബ്രൗൺ കളറായി വരണം. ആ ടൈമിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2-3 നമ്മുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ പെരുങ്കായത്തിൻ്റെ പൊടി. പെരുങ്കായത്തിന് നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലാണ് അത്. അപ്പോൾ അത് തന്നെ കൊടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കടുകും, അത് വറുത്ത് പിടിച്ച ഉലുവയുടെയും കടുകിൻ്റെയും പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അത് കൂടിപ്പോയെന്നാൽ ചെറുതായിട്ട് കഴിക്കും. പിന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ പൊടികളുടെയൊക്കെ ഒരു സ്മെല്ലൊന്ന് മാറണം. ഒരു പച്ച സ്മെല്ല് അതൊന്ന് മാറി കിട്ടണം. പിന്നെ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. കരിഞ്ഞു പോയെന്നാൽ കഴിക്കും, പക്ഷെ അത് മൂത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തലേദിവസം ഉപ്പ് പുരട്ടി വെച്ച മാങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മുളകിൻ്റെ മസാലയും മാങ്ങയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി ഒന്ന് ചൂട് കയറിയെടുക്കുക. ഒരുപാട് മാങ്ങ വെന്ത് പോകരുത്. വെന്ത് പോയ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒന്ന് മസാലയൊക്കെ ഒന്ന് ഓൾറെഡി ഉപ്പ് പുരട്ടി വെച്ച് മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് പിടിച്ച് വരിക. അപ്പോൾ നമുക്കതിൻ്റെ അടുത്ത ആളെ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ വൈറ്റ് വിനാഗിരിയാണ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 50 ml വിനാഗിരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വിനാഗിരി അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അതൊന്ന്, വിനാഗിരി എന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പറയാറ്, വൈറ്റ് വിനാഗിരി എന്നൊക്കെ പറയും. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ചൂട് കയറി അതിന് തിള വരാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച്
കായത്തിൻ്റെ പൊടി, ഒരു കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ആ സമയത്തിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. ഞാൻ പോരാത്ത ഉപ്പും കുറച്ച് കായപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളി മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഒരു 2-3 ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അയ്യവ. സോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.